ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്യാതറിങ് ഫുഡ് അല്ലെങ്കിൽ ഷെയറിങ് ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ഫ്രിൽസ് ഇടാൻ യൂസ് ചെയ്യുന്ന ഫ്രിൽ ഫുഡ് എന്ന് വരെ പറയാറുണ്ട്. ആ ഒരു ഫുഡിനെ കുറിച്ചാണ്. ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ പറയുന്നത്. അതിനെങ്ങനെയാണ് മെഷീൻസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെഷീനത്തിലേക്ക് നമ്മളുടെ ഫുഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. ഇനി നമുക്ക് മെഷീൻ സെറ്റ് ചെയ്യാം. ഈ ഒരു മെഷീൻ ആണെങ്കിൽ വിഡ്ത്ത് നമ്മൾ 5 സെലക്ട് ചെയ്ത് കൊടുക്കുക. ലെങ്ത്ത് നമുക്ക് 3 വെച്ച് കൊടുക്കാം. സെലക്ടറിൽ നമ്മൾ നോർമൽ സ്റ്റിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ്. ടെൻഷൻ ഞാനിപ്പോൾ 9ലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 9 വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള പ്ലീറ്റ്സ് കിട്ടും. നല്ല ചെറിയ ചെറിയ ഞൊറിവിൽ നമുക്ക് പ്ലീറ്റ്സ് ഫ്രിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത് അടിച്ചു നോക്കാം. അതായത് ഈ ഫൂട്ടിന് അതിൻ്റെ രണ്ടൊരു ഭാഗമുണ്ട്. അതിൻ്റെ ഏറ്റവും നമ്മൾ താഴെയിൽ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ബാക്കിയുള്ളത് ഞാൻ പുറകെ പറയാവേ. എന്നിട്ട് നമുക്കിതിൽ അടിച്ചു നോക്കാം. അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. കണ്ടത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല നല്ല ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത്. ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പിലല്ല വരുന്നതെങ്കിൽ നിങ്ങൾ മാറ്റി മാറ്റി നോക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഫുഡൊക്കെ മേടിച്ചിട്ട് വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിതിപ്പോൾ കുറേ നാൾക്ക് മുന്നേ വാങ്ങിച്ചതാണ്. മീഷോന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഫുഡിനൊക്കെ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കൂടാതെ ഇനി നമ്മൾ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ടെൻഷൻ മാറ്റുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ഫ്രിൽസ് എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഫ്രില്ലിട്ട് കഴിഞ്ഞു കേട്ടോ. കാരണം അത്ര വലിയ നീട്ടുണ്ടായിരുന്നൊരു തുണി നമ്മൾ ഫ്രില്ല് ചെയ്ത് ഭയങ്കര ഒരു ചുരുക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. കാരണം നന്നായിട്ട് ഫ്രില്ലായിട്ട് നല്ല ചെറിയ ചെറിയ ഫ്രിൽസായിട്ട് നല്ല ചെറിയ പ്ലീറ്റ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മെഷീനത്തിൻ്റെ ഒന്ന് സെറ്റിങ്സ് മാറ്റി കൊടുക്കാം. അതായത് ഫ്രില്ലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രിൽസ് അല്ല, ടെൻഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇതിൽ വരുന്നത് നോക്കാം. ഞാനിപ്പം 7 ആണ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. 7ലേക്കാണ് ഞാനിത് മാറ്റി നോക്കിയത്. 7ൽ വെച്ച് ചെയ്തപ്പോഴും എനിക്ക് കറക്റ്റ് ആ ഒരു രീതിക്ക് തന്നെയാണ് പ്ലീറ്റ്സ് വന്നത്. അപ്പോൾ നമുക്കൊരു 7, 8, 9 വരെയൊക്കെ ചെയ്താലും ടെൻഷൻ ഇട്ട് കൊടുത്താലും നമ്മൾക്ക് സാധാരണ പോലെ തന്നെ പ്ലീറ്റ്സ് കിട്ടും. ഓക്കെ, അങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട്. അതിപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാം. ഒരു മൾട്ടി ഫങ്ഷണൽ കിറ്റിൻ്റെ 32 ഫുഡ് പ്രോസസർ ഫുഡ് കിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോസ് എല്ലാം കാണണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. എന്താണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമേ. കണ്ട അതുപോലെ തന്നെയാണ് കേട്ടോ പ്ലേറ്റ്സ് വന്നത്. അപ്പോൾ രണ്ട് വശത്തും പ്ലേറ്റ്സ് വന്ന് രണ്ട് വശത്തും ഏകദേശം കുറച്ച് ഈക്വലായിട്ടാണ് വന്നത്. മറ്റു വശത്തും കണ്ട സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ വലിച്ചു വെച്ച് അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല പ്ലേറ്റ്സ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഞാൻ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഇത്തിരി കൂടെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട്. മാറ്റി നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഞാനിനിയിപ്പം സെറ്റിങ്സ് ഒരു 5ലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 5ലേക്ക് സെറ്റ് ചെയ്ത് അടിച്ചപ്പം ഇങ്ങനെയാണ് പ്ലീറ്റ്സ് വന്നത്. ഈ ഒരു രീതിയിലാണ് കേട്ടോ പ്ലീറ്റ്സ് വരുന്നത്. ഞാൻ ടെൻഷൻ്റെ 5ലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒത്തിരി ചുളിവല്ല, സാധാരണ പോലെ നമ്മൾ നൂലൊക്കെ വലിഞ്ഞ് വരില്ലേ ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത്, ആ ഒരു കണക്കിന് മാത്രമാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ചെറിയ ഒരു പ്ലീറ്റ്സൊക്കെ വേണമെന്നാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഒരിക്കലും വലിച്ചു കൊടുക്കരുത്. ഇത് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുക്കാനേ പാടുള്ളൂ. ആ വശവും ഈ വശവും വലിക്കാൻ പാടില്ല. വലിച്ചു കഴിഞ്ഞാൽ ഇത് റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ വലിക്കാതെ ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒഴുക്കിനെ അങ്ങനെ വിട്ടാൽ മതി. ഒരു സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ വിട്ടാൽ മതി. ഇത് കണ്ടോ, ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ, അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒരു പ്ലീറ്റ്സ് പോലെയാണ് ടെൻഷൻ 5-ലാക്കുമ്പോൾ വരുന്നത്. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു തുണിയിലേക്ക് ഈ ഫ്രിൽസ് അടിച്ച് ചേർക്കണമെന്ന് നോക്കാം. അത് രണ്ടും നമുക്ക് ഒരുമിച്ച് ഒറ്റയടിക്ക് നമുക്കത് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഈ ഫ്രിൽസിൻ്റെ താഴെ നമ്മൾ ഫ്രില്ലിടാനുള്ള പോർഷൻ ആ ഒരു ക്ലോത്ത് വെച്ചെടുക്കുക. ഇപ്പം നിങ്ങൾ ഏത് തുണിയാണ് എടുക്കുന്നത് ആ തുണി വെച്ചെടുക്കുക. അതിലേക്ക് അതിൻ്റെ ആ ഗ്യാപ്പിലേക്ക് ഏതിലേക്കാണ് നമ്മൾ ഫ്രില്ലടിച്ച് റെഡിയാക്കേണ്ടത് ആ തുണി എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ താഴെ ഫ്രിൽസായിട്ട് വരും, മേളിലെ ക്ലോത്തിൽ നോർമൽ സ്റ്റിച്ചും താഴെ ഫ്രില്ലായിട്ടാവും വരിക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ഔട്ട്പുട്ട് കാണാം. അപ്പോൾ ഒരു താഴത്തെ ഭാഗത്ത് ഫ്രിൽസും മേളിലെ ഭാഗത്ത് ഇങ്ങനെ ക്ലോത്ത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് വരിക. ഇങ്ങനെയാവും വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം,